നമസ്കാരം, ന്യൂസ് 1 TV വാർത്തയിലേക്ക് സ്വാഗതം. വേങ്ങൂരിലെ മഞ്ഞപ്പിത്ത ബാധയിൽ സംസ്ഥാന സർക്കാരിന്റെ നിസ്സംഗത അവസാനിപ്പിക്കുക, മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകുക, ചികിത്സാ ചെലവ് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുക, വാട്ടർ അതോറിറ്റി ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക, ആരോഗ്യമന്ത്രി പ്രദേശത്ത് വന്ന് വേണ്ട നടപടികൾ കൈക്കൊള്ളുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പെരുമ്പാവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെയും വേങ്ങൂർ മണ്ഡലം കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഉപവാസ സമരം എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തടൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് പെരുമ്പാവൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജലിൻ രാജൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് സിജോ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. വേങ്ങൂർ മണ്ഡലം പ്രസിഡന്റ് ബെൻസൺ ബെന്നി, ജില്ലാ വൈസ് പ്രസിഡന്റ് അരുൺകുമാർ KC, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ പ്രിൻസ് മാത്യു, അമൽ പോൾ, മനു പോൾ, അശ്വാക്ക്, മണ്ഡലം പ്രസിഡന്റുമാരായ ദേവദത്ത് സുരേഷ്, നകുൽ ബോസ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് എഡ്വിൻ മാത്യു എന്നിവരാണ് ഉപവാസമിരുന്നത്. KPCC നിർവാഹക സമിതി അംഗം O ദേവസി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് റഫീഖ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈമി വർഗീസ്, പഞ്ചായത്ത് പ്രസിഡന്റ് PP അവറാച്ചൻ, റോയ് വർഗീസ്, റെജി ഇട്ടൂപ്പ്, എൽദോ ചെറിയാൻ, തങ്കച്ചൻ, അശ്വരാജ് പോൾ, ഷാജഹാൻ മൂച്ചേത്ത്, പഞ്ചായത്ത് മെമ്പർമാരായ ഡെയ്സി ജെയിംസ്, ബിജു TK, ബേസിൽ കലറക്കൽ, ഷീബ ചാക്കപ്പൻ, ആൻസി ശോഭ, മരിയ സാജ് മാത്യു, ബേസിൽ സണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു. പേർ മരണമടഞ്ഞു, 40ഓളം പേർ ആശുപത്രിയിൽ ചികിത്സ തേടി അഡ്മിറ്റാണ്. 6-7 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ഇത്രയേറെ സങ്കീർണമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോഴും കേരളത്തിലെ ഗവൺമെന്റ് അലംഭാവപൂർണമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ സമരവുമായി നമ്മൾ വന്നിട്ടുള്ളത്. നമ്മളുടെ പഞ്ചായത്ത് ഭരണസമിതിയെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഇവിടെയുള്ള സംവിധാനങ്ങളെ കുറ്റപ്പെടുത്താനോ വേണ്ടിയിട്ടല്ല ഈ സമരം. ഈ ഒരു വളരെ പ്രധാനപ്പെട്ട കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട് മുഴുവൻ ആശങ്കയിലായിട്ടുള്ള ഒരു വലിയ രോഗബാധ ഉണ്ടായിട്ട് കേരളത്തിലെ ആരോഗ്യമന്ത്രിയോട് നേരിട്ട് ബഹുമാനപ്പെട്ട MLA നിവേദനം കൊടുത്തിട്ട് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ നിവേദനം കിട്ടി ഈ വിഷയം അറിഞ്ഞിട്ട് ഈ വേങ്ങൂരൊന്ന് സന്ദർശിച്ച് ഇവിടെയുള്ള ആളുകൾക്ക് ആശ്വാസം പകരാൻ, ഇവിടെയുള്ള രോഗബാധ തടയാനുള്ള മികച്ച വിദഗ്ധ സംഘത്തെ കൊണ്ടുവരാൻ, അതിനുള്ള ചുമതലക്ക് നേതൃത്വം കൊടുക്കാൻ, അതിന് ഏകോപനം ഉണ്ടാക്കാനുള്ള ഒരു നടപടിയും സ്വീകരിക്കാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. നമുക്കറിയാം, 200 പേർക്ക് മഞ്ഞപ്പിത്ത ബാധയുണ്ടായി. അവരുടെ ചികിത്സ എങ്ങനെ നടക്കുന്നുവെന്ന് ഈ ഗവൺമെന്റിന് ഒരു ചിന്ത ഉണ്ടാകണ്ടേ? ഈ ഗവൺമെന്റ് കേരളത്തിലെ ആരോഗ്യമന്ത്രി മാത്രമല്ല, കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് എല്ലാ മേഖലയിൽ കാണിക്കുന്ന ഒരു നിസ്സംഗമായിട്ടുള്ള നിലപാടാണ് ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഒരു വലിയ പ്രശ്നമുണ്ടാകുമ്പോൾ അടിയന്തരമായി ഇടപെടാനുള്ള താല്പര്യമെടുത്ത് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കേണ്ട മന്ത്രി തന്നെ അവിടെ അധികാര കേന്ദ്രത്തിന്റെ തണലിൽ നമുക്കറിയാം തിരുവനന്തപുരത്തെ മന്ദിരത്തിൽ സുഖിച്ചു വാഴുന്നതിനപ്പുറത്ത് ഈ നാട്ടിലെ പാവപ്പെട്ടവന് ആശ്വാസം കൊടുക്കാനുള്ള ഒരു നടപടിയും സ്വീകരിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ അതിശക്തമായിട്ടുള്ള സമരങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകണം. ഇവിടെ വേങ്ങൂർ പഞ്ചായത്തിന്റെ നടപടിയെ സംബന്ധിച്ച് വലിയ അഭിപ്രായ വ്യത്യാസം എല്ലാവർക്കുമുണ്ട്. ഇവിടെ മുടക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റിൽപ്പുണ്ട്. മഞ്ഞപ്പിത്ത ബാധ ഉണ്ടായപ്പോൾ മുടക്കുഴ പഞ്ചായത്തിലേക്ക് 8 പേർക്ക് ഇതിന് സ്ഥിരീകരണം ഉണ്ടായപ്പോൾ അടിയന്തരമായി പഞ്ചായത്ത് കമ്മിറ്റി കൂടി എല്ലാ വാർഡുകളിലേക്കും 10,000 രൂപ വീതം പഞ്ചായത്ത് ക്ലോറിനേഷന് വേണ്ടി അനുവദിച്ചപ്പോ ഈ വേങ്ങൂരിൽ എന്ത് ചെയ്തുവെന്നുള്ളൊരു ചോദ്യം നമ്മൾ ഉയർത്തുമ്പോ ഇവിടെയുള്ള പഞ്ചായത്ത് ഭരണസമിതിക്ക് ഒന്നും പറയാനില്ല.